വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ ഉമ്മൻചാണ്ടിയുടെ പങ്ക് ഓർമ്മിപ്പിച്ച് കെ.വി. തോമസ്. മറ്റാരും കരാർ ഏറ്റെടുക്കാനില്ലാതിരുന്ന സമയത്ത് അദാനിയുമായി ഉമ്മൻചാണ്ടി സ്വകാര്യമായി സംസാരിച്ചെന്ന് കെ.വി. തോമസ് പറഞ്ഞു. അദാനി ഗ്രൂപ്പിനെ പദ്ധതിയിലേക്ക് കൊണ്ടുവന്നതും അതിനുള്ള ചർച്ചകൾക്ക് താൻ വേദിയൊരുക്കിയ സാഹചര്യങ്ങളുമാണ് കെ.വി. തോമസ് പങ്കുവച്ചത്. ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് ഡൽഹിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധിയായി പ്രവർത്തിക്കുന്നതിനിടയിൽ കെ.വി. തോമസിൻ്റെ കുറിപ്പ് വലിയ ചർച്ചയായിരിക്കുകയാണ്. 2015 പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനായിരുന്ന സന്ദർഭത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിക്ക് യാത്ര ചെയ്യുന്ന സന്ദർഭത്തിലാണ് വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് ഉമ്മൻചാണ്ടി എന്നോട് പറയുന്നതെന്ന് വെളിപ്പെടുത്തി മുൻ കോൺഗ്രസ് നേതാവും നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഡൽഹിയിലെ പ്രതിനിധിയുമായ കെ.വി. തോമസ്. വിഴിഞ്ഞം പദ്ധതിയുടെ ആവശ്യകതയെക്കുറിച്ച് സോണിയാഗാന്ധിയെ ഉമ്മൻചാണ്ടി പിന്നീട് ധരിപ്പിച്ചിരുന്നുവെന്നും കെ.വി. തോമസ് വെളിപ്പെടുത്തി. അദാനി ഗ്രൂപ്പ് കേരളത്തിൽ വരുന്നതിനെതിരെ പല കോൺഗ്രസ് നേതാക്കളും ഉമ്മൻചാണ്ടിക്ക് കത്തെഴുതി എതിർപ്പ് പ്രകടിപ്പിച്ചുവെങ്കിലും ഉമ്മൻചാണ്ടിയുടേത് ശക്തമായ തീരുമാനമായിരുന്നുവെന്നും കെ.വി. തോമസ് വെളിപ്പെടുത്തുന്നു. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം നടക്കാനിരിക്കെ ഉയർന്ന വിവാദങ്ങൾക്കിടെയാണ് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പദ്ധതിക്കു വേണ്ടിയുള്ള ശ്രമങ്ങൾ കെ.വി. തോമസ് ഓർമ്മപ്പെടുത്തിയത്. 2016 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന കോൺഗ്രസിനെ സാമ്പത്തികമായി സഹായിക്കുവാൻ അദാനി ഗ്രൂപ്പ് തയ്യാറായിരുന്നുവെന്നും പക്ഷേ ഉമ്മൻചാണ്ടി ആ സഹായം നിഷേധിക്കുകയായിരുന്നുവെന്നും കെ.വി. തോമസ് കൂട്ടിച്ചേർത്തു. മലയാളം പൾസ്.